ലൈവ് ഒക്കെ പോയായിരുന്നല്ലയോ? എങ്ങനെയുണ്ട് അവിടുത്തുകാരൊക്കെ? ഇവിടെ നമ്മുടെ കുട്ടിയുടെ കല്യാണമൊക്കെ പിന്നെ കോട്ടയിലെ ബിജുവിന്റെ കല്യാണം നമ്മുടെ പേടിയെല്ലാം ഉണ്ടല്ലോ ഉണ്ടാക്കില്ലയോ? ഈ കുട്ടക്കാരൊന്നും നമ്മുടെ വസ്തുതയൊക്കെ അറിയില്ലേ വടക്കേനെ? കൊച്ചുമോളൊന്നും ഓടില്ലയോ? അല്ലേ കൊച്ചുമോള് അവരൊരു കൊച്ചുമോളുണ്ടല്ലോ അവിടെ ഓടില്ലയോ? ചെറുക്കനെന്തിയേ? വരണം കുറച്ച് കഴിയണം വിചാരിച്ചു. ഭർത്താവിന് നമ്മളുടെ എന്തുവാ ഇത് അടിച്ചു പൊട്ടിക്കുക, നമ്മളെ പല രീതിയിലുള്ള ഭീഷണികളല്ലയോ? അല്ല നമ്മളെ നമ്മുടെ വീടും വസ്തു ഒരേക്കർ 46 സ്ഥലവും വീടുമുണ്ട് നമുക്ക്. നമ്മളെ ഒന്ന് ഓടിച്ചു വിട്ടിരിക്കുകയോ? പാലക്കാട്ടുകാരിക്കും അത് തരാനുള്ളതാണോ? അവർക്കും അത് തരാനുള്ളതാണോ? എന്റെ വീട് പാലക്കാട്ടുകാരിക്ക് അവർക്ക് കൊടുത്തിട്ടുണ്ട് 10 പോലെ. നമ്മുടെ വീട്ടിനകത്ത് വസ്തുവിനകത്ത് ഉടക്കം ഒന്ന് കിടക്കുക. ഇനി വരുന്ന എന്തായാലും ഇപ്പം സൈലന്റ് ആയിട്ടുള്ള ക്യാമറയല്ല, ഇപ്പം സൗണ്ട് എല്ലാം പിടിക്കുന്ന ക്യാമറയുള്ളത്. പണ്ടത്തെ പോലെയല്ല. ഇപ്പൊ അങ്ങനത്തെ ഞാൻ വെക്കും. അങ്ങനെ അറിയാൻ വേഗമല്ല ചീത്ത വിളിക്കുന്നതെല്ലാം അന്നേരം ആയിരിക്കട്ടെ. എന്തോ അപ്പൊ ഇനി വരുമ്പോ ഞാൻ എന്തോ സൗണ്ടുള്ള ക്യാമറ എല്ലാവരും പഴയതുപോലെ ഫിറ്റ് ചെയ്ത് ഒരു ക്യാമറ ഫിറ്റ് ചെയ്ത് ഇരിക്കട്ടെ. അയ്യോ അങ്ങനെയൊക്കെ വീടല്ല. വടക്കേരെ കുട്ടന്ന് പറയുന്നവരുണ്ടല്ലോ, ദിവസവും നമ്മളെ ചീത്തടിയാണ്. എല്ലാരും കുട്ടി സമയമായിട്ട് 7-8 മണിയാകുമ്പോഴാണ് ചീത്തടി തുടങ്ങുന്നത്. അങ്ങനെ ആരാ സ്വന്തം എല്ലാരും വീട്ടിൽ കയറില്ലയോ? വടക്കേരെ അത് ചാറായില്ലയോ? വരാട്ട് പറഞ്ഞാൽ അവൻ ചാറായത്. എവിടെ വെച്ച്? അതെവിടാ? ഇങ്ങനെ അവന്റെ സ്വത്തെല്ലാം വിളിച്ചു പറിക്കാനോ നോക്കൂലരും കൂടെ, മനസ്സിലായോ? എന്താ കുഴപ്പമില്ല. അവന് ഗൾഫിലൊക്കെ ഒത്തിരി ഇൻഷുറൻസ് ഒക്കെ കിട്ടാനോ ഇതിനെ അയച്ച് ചുമ്മാ ആക്സിഡന്റ് ഒന്നും ഇതിനെ ഏതാണ്ട് കൊടുത്ത് മയക്കി ഹോസ്പിറ്റലിൽ കൊണ്ടിട്ടിരിക്കുവായിരുന്നു. ഞാൻ കണ്ടതാ. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ചുമ്മാ സർജറി ഒക്കെ ചെയ്യുമ്പോൾ അവയുടെ ഇഷ്ടംപോലെ പൈസ ഗൾഫിൽ കിട്ടിയിട്ടുണ്ട്. ഇൻഷുറൻസ് അറിയാമോ? പണ്ട് സുകുമാരക്കുറിച്ച് അടിച്ചു മാറ്റിയ പോലെ. അതുപോലത്തെ അടിച്ചു മാറ്റിയതാണ്. 30 ലക്ഷമോ എല്ലാം ഇവരെ അടിച്ചു മാറ്റി കുടിച്ചു കാണും. അല്ല അവന്റെ മോള് വരത്തില്ലയോ ഇവിടോട്ടൊന്നും? അവന്റെ മോളിക്ക് ഇവിടെ വരത്തില്ലയോ? അവന്റെ ഒരു മോളുണ്ടല്ലോ അവന്. അവൻ കാടാമ്പുഴ പറയുന്ന സ്ഥലമുണ്ടല്ലോ അവിടെ അവിടെ. നമ്മുടെ പടിഞ്ഞാറ് അല്ല നമ്മുടെ പടിഞ്ഞാറ് സാറിന്റെ വീട് തീർന്നു. പെരിക്കാരെ അവന്റെ തീർന്നു. അത് തീർന്നു. ഒരു
നമ്മള് കൊടുത്തിട്ടില്ല. നമ്മള് കൊടുത്തിട്ടില്ല. ആ ആ ആ ആ വരണം ഒരു ദിവസം. ശരി എന്നാൽ. ഓക്കെ. In association with Joy, India's number one commerce institute, IIT Lakshya. Malabar Golden Diamond, the responsible jeweler. കേരളം ആക്ടിവ ആഘോഷിക്കുന്നു ഫിലിംസിയുടെ 25 വർഷങ്ങൾ. ചിന്മയ വിശ്വവിദ്യാപീഠം 100% സ്കോളർഷിപ്പ്, ഗ്ലോബൽ ഇന്റേൺഷിപ്പ്, വെൽഫെയർ പേ, 100 years of trust. Rise up by Dr. Sajid Nair. നിയമനങ്ങളുടെ അനുഭവങ്ങളിലേക്ക് Sunday, book your Sunday class today. Futurate Healthcare Academy. ഈ നമ്മൾ നാടുവിടേണ്ട. വീണ്ടും പോരാട്ടം ചൂടിയിലും പെരുന്നാളാഘോഷങ്ങൾക്കിടയിലും പ്രചാരണത്തിലേക്ക് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ പൊതുവരങ്ങളിൽ ഒഴിവാക്കി വോട്ടെടുപ്പിന് നേരിൽ കണ്ടാണ് LDF സ്ഥാനാർത്ഥിയുടെ പ്രചാരണം. പോത്തുകൽ പഞ്ചായത്തിലാണ് NDA സ്ഥാനാർത്ഥിയുടെ പര്യടനം. സ്വതന്ത്ര സ്ഥാനാർത്ഥി PV Anwറും പ്രചാരണ രംഗത്ത് സജീവമാണ്. പെരുന്നാൾ നമസ്കാരത്തിന് പള്ളികളിലെത്തിയ വിശ്വാസികളെ നേരിൽ കണ്ട സ്ഥാനാർത്ഥികൾ UDF സ്ഥാനാർത്ഥി ആയിരം ചോട്ടത്ത് രാവിലെ 7 മിന്നലപ്പള്ളി കളത്തി മസ്ജിദിലെത്തി പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തു. ശേഷം മുക്കത്താടുന്ന മസ്ജിദിലേക്ക് ഉൾപ്പെടെ കവളത്തിൽ പ്രാർത്ഥിച്ചു. ശേഷം നാട്ടുകാരുമായി സെൽഫിയും സന്തോഷം പങ്കിട്ടു. പാട്ടത്തിനും ആദിവാസി നൽകിയതാണ് ഇന്നത്തെ പെരുന്നാൾ ഭക്ഷണം. ഈ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഒരു ത്യാഗത്തിന്റെ, ആത്മസമർപ്പണത്തിന്റെ, സഹനത്തിന്റെ ഒരു ഓർമ്മ പുതുക്കലാണ്. എല്ലാവരെയും കുടുംബങ്ങൾ സന്ദർശിക്കുക, പിന്നെ അതേപോലെ തന്നെ അസുഖമായവരെ ബാക്കിയുള്ളവർക്ക് അത് തന്നെയാണ് പെരുന്നാൾ ദിവസം പ്രധാനമായിട്ടും പറയുന്നത്. രാവിലെ ചന്ദ്രപ്പുറ വിമാനത്തിൽ ഈദിനെ ദിവസം ആളുകളെ കാണാണ് LDF സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ പുറത്തെടുത്തത്. ശേഷം നിലമ്പൂരിൽ തന്റെ വീടിന് സമീപത്തിൽ അയൽവാസികളെ നേരിൽ കണ്ടവരെ അഭ്യർത്ഥിച്ചു. ഉച്ചയ്ക്ക് ശേഷം പോത്തൂരിലെ സ്വന്തം നാട്ടുകാർക്കൊത്താണ് സ്ഥാനാർത്ഥിയുടെ പെരുന്നാൾ ആഘോഷം. സ്ഥാനാർത്ഥിയായി വളരെ വിശ്വാസമുള്ള ഓരോ ദിവസവും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഇടവുകളുടെ പ്രവർത്തനങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന പിന്തുണയായിട്ടാണ് സ്വയംപ്രകടനങ്ങളൊക്കെയാണ് നാട് സംഭവിച്ചിരിക്കുന്നത്. എല്ലാവരും സന്തോഷമായിരിക്കുന്ന എന്നാണ് ആഗ്രഹം. സ്വന്തം സ്ഥാനാർത്ഥി PV Anwർ ഇടയ്ക്ക് ജമാഅത്തിൽ നമസ്കാരത്തിലെത്തി. വീട് സമീപത്ത് പള്ളികളിൽ കണക്കിലെത്തി വകുപ്പുമാരെ നേരിൽ കണ്ടു. മൂത്തിയാർ പഞ്ചായത്ത് 100% പൊതുച്ചുകൊടുക്കാനാണ് ഇന്നത്തെ പെരുന്നാൾ ആഘോഷം. വലിയ ഗ്രാമങ്ങളാണ്